വ്യാജനായ വ്യക്തിയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി AK ഷാനിബ്. അദ്ദേഹം ഇതുവരെ ആദായ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലെന്നും പരസ്യമായി കള്ളം പറഞ്ഞുവെന്നും ഷാനിബ് ആരോപിച്ചു. ഇവിടെ എല്ലാ അർത്ഥത്തിലും വ്യാജനായ ആളാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി. ആദ്യം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി. അതുപോലെ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞു. വ്യാജമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് 4 കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഒരു ബാർബർ ഷോപ്പ്, വസ്ത്രക്കട, മിൽമ ഷോപ്പ് അടക്കമുള്ള വരുമാന മാർഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ നികുതി അടച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല. ലക്ഷങ്ങൾ വരുമാനമുള്ള സ്ഥാനാർത്ഥി ഇതുവരെ IT റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല. അതേസമയം IT റിട്ടേൺസ് ഫയൽ ചെയ്തതായി രാഹുൽ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നുണ പറയുന്ന വ്യാജനായൊരു UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അതിനുള്ള ഒരു തെളിവ് കൂടെ പുറത്തു വരികയാണെന്ന് ഷാനിബ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം P സരിനെതിരെ വ്യാജ വോട്ട് ചേർത്തുവെന്ന തരം താണ ആരോപണം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്നാൽ അടിമുടി വ്യാജനായ ഒരു വ്യക്തിയെ അടുത്തിരുത്തിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണമെന്ന് AK ഷാനിബ് കൂട്ടിച്ചേർത്തു. തന്നെ പോലുള്ളവർ പാർട്ടി വിട്ടപ്പോൾ പ്രാണികളാണെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സന്ദീപ് വാര്യരെ പോലുള്ള വിഷപ്പാമ്പുകളെ തോളിലിടുന്നത്. ജില്ലാ നേതൃത്വം അറിയാതെ ഷാഫി സതീശൻ ഗ്രൂപ്പാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. സന്ദീപിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടുമായി ഷാഫി പറമ്പിൽ ചർച്ച നടത്തിയിരുന്നതായും ഷാനിബ് ആരോപിച്ചു. ഷാഫി സതീശൻ കോക്കസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർക്കെതിരെ പറഞ്ഞത് തിരുത്തിയാൽ ചർച്ചയാകാമെന്നായിരുന്നു സതീശന്റെ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഗാന്ധി കുടുംബത്തിലെ എല്ലാവരെയും ആക്ഷേപിച്ച സന്ദീപ് വാര്യരെ മുൻ നിലപാടുകൾ ഒന്നും തിരുത്താതെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. വില കൂടിയ കാർ വാങ്ങിയപ്പോൾ അതിനുള്ള വരുമാനം മുടിവെട്ട് കട, വസ്ത്രക്കട, മിൽമ ബൂത്ത് എന്നിവയിൽ നിന്നായിരുന്നുവെന്നും അതിന് നികുതി കൊടുക്കുന്നുണ്ടെന്നും വാദിച്ചിരുന്നു. എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ നികുതി അടച്ച വിവരം കാണാനില്ല. അടിമുടി വ്യാജനായ UDF സ്ഥാനാർത്ഥി കള്ളനാണെന്നും ഷാനിബ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.